ദിവ്യ ഒരു IAS എന്ന നിലയ്ക്ക് അവർ അഭിപ്രായം പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉണ്ട്, അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ദിവ്യ പറഞ്ഞത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആവാം. അവരുടെ ഭർത്താവ് കൂടിയായ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ പറഞ്ഞു അതൊരു നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കമൻ്റാണ്, പക്ഷേ ഇന്നപ്രോപ്രിയേറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കുറേ കൂടി ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. പുകഴ്ത്തുകയാണ്, ഒരാളെ പുകഴ്ത്തുന്ന ആരാണ്? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവർ പുകഴ്ത്തുന്നത്. ആ പുകഴ്ത്തൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സർവീസ് ചട്ടങ്ങളുടെ ലംഘനങ്ങളിൽ വരുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവർ നല്ല ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ KK രാഗേഷ് നല്ല ആളാണ്, നല്ല കഴിവുള്ള ആളാണ്, MP എന്ന നിലയിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാകാം. അത് ദിവ്യക്ക് അറിയാമായിരിക്കാം, വ്യക്തിപരമായി അവർക്ക് അഭിപ്രായം ഉണ്ടാകാം, അത് പറയാം. പക്ഷെ ആ പറയാൻ ഉപയോഗിച്ച സാഹചര്യമാണ് പ്രശ്നം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കെ KK രാഗേഷ് നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന് അവർ പറയുന്നതിൽ തെറ്റുമില്ല. കാരണം അതൊരു ഒഫീഷ്യൽ പദവിയാണ്. ഇതങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം ഒന്ന്, ഈ രാഷ്ട്രീയ പാർട്ടിയോട് ദിവ്യ SIക്ക് അഫിലിയേഷൻ ഉണ്ടെന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കും, പൊതുജനങ്ങൾക്ക് റോങ് മെസ്സേജാണ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ദിവ്യ ഇത് ആദ്യമായിട്ടല്ല ഈ പുകഴ്ത്തൽ നടത്തുന്നത്. ഇതിനു മുമ്പ് വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനത്തിനാണെന്ന് അതിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് അവർ വേദിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ആ പുകഴ്ത്തിയതിൻ്റെ ടോണിനെ കുറിച്ചും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായതാണ്. അന്ന് KPCCയുടെ സോഷ്യൽ മീഡിയ ചുമതല ഉണ്ടായിരുന്ന ആളാണ് സരിൻ വളരെ രൂക്ഷമായിട്ട് ദിവ്യ വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ നടപടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം ചെയ്തൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. IAS ഉദ്യോഗസ്ഥർ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പുകഴ്ത്താൻ തുടങ്ങുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ദിവ്യ എന്തിനാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ഉള്ളിൽ CPM ചിലപ്പോൾ താല്പര്യം ഉണ്ടാകാം, വ്യക്തിപരമായി അവർക്ക് CPM എന്ന പാർട്ടിയോട് താല്പര്യം ഉണ്ടാകും, മുഖ്യമന്ത്രി പിണറായി വിജയനോട് താല്പര്യം ഉണ്ടാകാം, അവർക്കൊരു ഉള്ളിൽ വ്യക്തിപരമായൊരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടായേക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ശബരിനാഥൻ്റെ ഭാര്യയാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് CPM അനുഭവം തോന്നാതിരിക്കാനോ അല്ലെങ്കിൽ CPM നേതാക്കളോട് ആദരവുണ്ടാവുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ദിവ്യ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു ചോദിച്ചാൽ ഒരു പക്ഷേ ശബരിനാഥൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റി നിർത്തലോ രാഷ്ട്രീയമായ വൈരാഗ്യമോ തനിക്ക് സർക്കാരിൽ നിന്ന് ഉണ്ടാവേണ്ടതില്ല എന്ന് കരുതി കുറച്ച് കയറ്റി അടിക്കുന്നതായിരിക്കാം. അതെന്തായാലും ഇന്ന് മുരളീധരൻ പറഞ്ഞതുപോലെ പതപ്പിച്ചോ, പക്ഷേ അധികം പതയരുത് എന്ന് പറയുന്ന പോലെ അത് ഓവറായി നോക്കേണ്ടത് ദിവ്യ തന്നെയാണ്.